ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഡെയിലി വർക്ക്ഷോപ്പ് അടിപൊളിയായിട്ട് പോകുന്നു. ആൻഡ് ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളും അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോയുടെ പേപ്പറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി ലോയുടെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരികയാണ്. നമ്മൾ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. സോ നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ട് ഡിസ്കസ് ചെയ്ത ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നമ്മളിപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക. ഓക്കെ, ആൻഡ് അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തിരുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? സോണിയ ആൻഡ് പ്രിയയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ നോക്കുക. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ തന്നെത്താനെ പ്രൊവിഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, സെക്ഷൻ നമ്പേഴ്സ് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നമ്മൾ പഠിച്ചിരുന്ന സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നമ്മളുടെ അസർടൈൻമെൻറ്റ് ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കിൽ നിന്ന് സെക്ഷൻ 9 ആൻഡ് സെക്ഷൻ 10 ആയിരുന്നു നമ്മളുടെ റെലവൻറ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഒരു 7 മാർക്സിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു കേസ്? 2 രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടിനും കൺക്ലൂഷൻ കൊടുക്കുന്ന രീതിയിലാണ് ആൻസർ കൊടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. പ്രൊവിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെക്ഷൻ 9നെയും സെക്ഷൻ 10നെയും കറക്റ്റായിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടി റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പ്രൊവിഷൻ പാരഗ്രാഫ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻറ്റ് കീ ഏരിയാസ് മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു അനാലിസിസ് പാർട്ടും ആൻഡ് ഓൾസോ 2 ക്വസ്റ്റ്യനും നമ്മൾ കറക്റ്റ് ആൻസർ വരുന്ന രീതിയിൽ 2 കൺക്ലൂഷൻ പാർട്ടും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ആൻസർ വരിക, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും മാർക്സ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതെങ്കിൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ അതിന് ടൈം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ടൈമും കൂടെ ഇന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രമിച്ച് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ അഗെയിൻ ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾക്ക് തന്നെത്താനെ ആൻസർ വായിക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ആൻസർ ഒന്ന് റീഫ്രെയിം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള സ്യൂട്ട് ഫോർ ഡാമേജ് സെക്ഷൻ 73 ഡീൽ ചെയ്തിട്ടുള്ള ഒരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, സോ മോക്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മിസ്റ്റർ ചേതൻ വൈഫുമായിട്ട് എവിടെ പോയി, മണാലിക്ക് ട്രിപ്പ് പോയ ഒരു കഥയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? സോ പേഴ്സണൽ ഇൻകൺവീനിയൻസ് കാരണം ഡാമേജസിന് വേണ്ടിയിട്ട് സ്യൂ ചെയ്ത ഒരു സിറ്റുവേഷൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നമ്മുടെ യൂണിറ്റ് 5 സെക്ഷൻ 73 എന്താണ് ബ്രീച്ച് എന്നും അതുപോലെ തന്നെ ഏതൊക്കെ ഡാമേജസിന് നമുക്ക് കേസ് കൊടുക്കാം, സ്യൂട്ട് ഫയൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് പ്രൊവിഷൻ അനാലിസിസ് ഒക്കെ ആയിട്ട് ഫ്രെയിം ചെയ്തതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഒന്ന് എഗെയിൻ റീകളക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഏതായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കമ്പനീസ് ആക്ടിൽ നിന്ന് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയലൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യനിൽ MOA എന്താണെന്ന്, MOA ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണെന്നും അതുപോലെ തന്നെ MOA ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വൺസ് ഇൻകോർപ്പറേറ്റഡ് ആയി നമ്മുടെ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പബ്ലിക് ഡോക്യുമെൻ്റ്. ഒരു എക്സ്റ്റേണൽ പാർട്ടി കമ്പനിയായിട്ട് ഡീൽ ചെയ്യാൻ വരുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു അസംഷൻ ഉണ്ട്. സോ ആ അസംഷനും അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയലൻസിൻ്റെ കേസും ആയിരുന്നു നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് ആക്ട് ഫോർ എ ഫിക്സഡ് പീരീഡ് എന്താണെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മൈനറിനെ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 30. അതിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് എന്തിന് മൈനറിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം, പക്ഷെ എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്, ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് പ്രോഫിറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യാം, നമുക്ക് അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതൊരു 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണയും ഡിസ്കസ് ചെയ്തത് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ യൂണിറ്റ് 2 നിന്ന് സെക്ഷൻ 31 ഒരു ന്യൂ പാർട്ട്ണറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പ്രൊവിഷൻസ്. അതുപോലെ സെക്ഷൻ 29 റൈറ്റ് ഓഫ് ട്രാൻസ്ഫറി, ഓൾറെഡി ഉള്ള ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത സമയത്ത് അയാളുടെ മകന് എന്ത് ചെയ്തു, അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ട്രാൻസ്ഫറി ദ സൺ ആൾക്ക് കിട്ടുന്ന എന്തൊക്കെയാണ് റൈറ്റ്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 29 ഓക്കെ, സോ സെക്ഷൻ 31 നമ്മളുടെ ക്വസ്റ്റ്യന് റെലവൻ്റ് ആയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, നമ്മുടെ ക്വസ്റ്റ്യന് റെലവൻ്റ് ആയിട്ടുണ്ടായിരുന്നത്
No new partner shall be introduced to a firm without the consent of all the existing partners എന്നുള്ളൊരു പോയിന്റ് മാത്രമായിരുന്നു. ആൻഡ് ഫർദർ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ന്യൂ പാർട്ട്ണറിന് പിന്നീടുള്ള റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എങ്ങനെയാണ് എന്നുള്ളതും സെക്ഷൻ 31 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യന് റെലവെൻ്റ് അല്ലാതിരുന്നതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊവിഷനും കൂടെ എടുത്ത് കവർ ചെയ്ത് പോവുക. സെക്ഷൻ 29 റൈറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. മെസേഴ്സ് ABC അസോസിയേറ്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മിസ്റ്റർ പ്രദീകിനെ മിസ്റ്റർ എയുടെ സണ്ണായ മിസ്റ്റർ പ്രദീകിനെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ ഉള്ള മിസ്റ്റർ പ്രദീക് ആയിരുന്നു നമ്മുടെ ട്രാൻസ്ഫറിക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കിയത്. ഓക്കെ, അത് ഒരു 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അഡ്വൈസ് ടൈപ്പിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കം അഡ്വൈസും കൂടെ കൊടുക്കാനുള്ള രീതിയിലുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. നിങ്ങൾക്ക് 2 രീതിയിലും ആൻസർ ചെയ്യാവുന്നതാണ്. ഒന്ന്, നിങ്ങൾ ഫുള്ള് പ്രൊവിഷൻസ് ആദ്യം കോട്ട് ചെയ്തിട്ട് പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെ ഒന്നായിട്ട് കൺസിഡർ ചെയ്ത് കൺക്ലൂഷൻ മാത്രം സെപ്പറേറ്റ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനെ മൊത്തത്തിൽ നിങ്ങൾക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 പ്രൊവിഷൻ 2 അനാലിസിസ് അല്ലെങ്കിൽ 2 കൺക്ലൂഷൻ അങ്ങനെ രീതിയിൽ 2 പാരഗ്രാഫ്സ് ആയിട്ട് ആ പാരഗ്രാഫ്സിൽ തന്നെ അനാലിസിസ് പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 2 രീതിയിൽ നിങ്ങൾക്കത് ആൻസർ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രം ഉള്ളൂ. ഓക്കെ, എങ്ങനെ പ്രസൻറ്റ് ചെയ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അതുപോലെ തന്നെ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 5 and 6 ഡീൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ കാണും അല്ലേ? ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. RTPയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എക്സ്പ്ലെയിൻ ദ ലീഗൽ പ്രൊവിഷൻസ് റിഗാർഡിംഗ് എലിജിബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ബിക്കം പാർട്ട്നേഴ്സ് ഇൻ LLP അണ്ടർ LLP ആക്ട് 2008 ആൻഡ് അതുപോലെ തന്നെ വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഇഫ് LLP carries on business with less than the minimum number of partners as prescribed. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. LLP ആക്ട് എന്ന് പറയുമ്പം ബാക്കി ആക്ടുകളെയൊക്കെ പോലെ അത്ര വാസ്റ്റ് അല്ല. നമുക്ക് പഠിക്കാനുള്ള ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സിമ്പിളാണ്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ആക്റ്റാണ്. ആ ആക്റ്റിൽ നിന്ന് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഇത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓൾറെഡി നിങ്ങൾ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാകും, ബിക്കോസ് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ തന്നെ അത് പഠിച്ച്, ഇൻ കേസ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു ടൈമിൽ അത് പഠിച്ച് മനസ്സിലാക്കി, കാണാതെ പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളത് മനസ്സിലാക്കി തന്നെത്താനെ ഒന്ന് ആൻസർ എഴുതിയെടുക്കാനായിട്ട് ശ്രമിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യുന്നത് ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏരിയ മനസ്സിലായി കാണുമല്ലോ. സോ സെക്ഷൻ നമ്പർ 5 പാർട്ട്നേഴ്സ് ആർക്കൊക്കെയാണ് ഒരു LLP ഫേമിൽ പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. സെക്ഷൻ 5 എന്തൊക്കെയാണ് പറയുന്നത്? 2 ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. 1 ഒരു ഇൻഡിവിജ്വൽ, 2 ഒരു ബോഡി കോർപ്പറേറ്റ്. ഇത് നിങ്ങൾക്കറിയാലോ, ഒരു ഇൻഡിവിജ്വൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റിനാണ് ഇന്ന് നമ്മളുടെ LLP ഫേമിൽ പാർട്ട്നേഴ്സ് ആയിട്ട് അഡ്മിറ്റഡ് ആവാൻ എലിജിബിൾ ആയിട്ടുള്ളത്. ഇവർ 2 പേര് എലിജിബിൾ ആണ്. ആൻഡ് ഇൻഡിവിജ്വലിൻ്റെ കേസ് നോക്കുമ്പം 1, 2, 3 ആൾക്കാരെ നമ്മൾ എക്സ്പ്രസ്ലി ഡിസ്ക്വാളിഫൈ ടു ബിക്കം എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ട്ണർ ആവാനായിട്ട്. ഓക്കെ, 3 സിറ്റുവേഷൻസ്. ഒന്നാമത്തത്, ഇഫ് ഹി ഈസ്, നമ്മൾ കോൺട്രാക്ട് ആക്ട് ഒക്കെ പഠിച്ചപ്പോൾ നമുക്ക് അറിയാവുന്ന, നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള ആളാണ്. ഇഫ് ഹി ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡുള്ള ഒരു പേഴ്സൺ. ആൻഡ് കോർട്ട് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്താ, ആള് അൺസൗണ്ട് മൈൻഡ് ആണ് എന്നുള്ളത് കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ, അങ്ങനെ ഒരു ഇൻഡിവിജ്വലിനെ നമ്മളുടെ LLP പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. എലിജിബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ വരുന്നത് അൺഡിസ്ചാർജ്ഡ്
ഇൻസോൾവെൻറ്റ്, അതായത് ഇൻസോൾവെൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇൻസോൾവെൻ്റ് അല്ല എന്നുള്ളൊരു സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ല. ഇൻസോൾവെൻ്റ് ആയിട്ട് വൺസ് ഡിക്ലെയർ ചെയ്തു ആൻഡ് സ്റ്റിൽ ഹി ഈസ് കണ്ടിന്യൂ ടു ബി ആൻ ഇൻസോൾവെൻറ്റ്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലും എന്താണ്, എലിജിബിൾ അല്ല ടു ബിക്കം എ പാർട്ട്ണർ. ആൻഡ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇൻസോൾവെൻ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആള് വോളണ്ടറിലി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വോളണ്ടറിലി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇതുവരെ കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷേ ആപ്ലിക്കേഷൻ പെൻഡിങ് ആണ്. ആപ്ലിക്കേഷൻ പെൻഡിങ് ആയതുകൊണ്ട് മാത്രം ഇൻസോൾവെൻറ്റിൻ്റെ സ്റ്റാറ്റസിൽ നിൽക്കുന്നില്ല. അൺലെസ് അതർവൈസ് ഹി ഈസ് ഇൻസോൾവെൻറ്റ്. അങ്ങനെയുള്ളൊരു കേസിൽ കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആപ്ലിക്കേഷൻ പെൻഡിങ് ആണ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ സച്ച് എ പേഴ്സൺ ഈസ് ഓൾസോ ഇനെലിജിബിൾ ടു ബിക്കം ദ പാർട്ട്ണർ. ഓക്കെ, if he has applied എന്തിനു വേണ്ടിയിട്ട്, ടു ബി adjudicated ആസ് ഇൻസോൾവെൻറ്റ്. ഓക്കെ, അങ്ങനെയുള്ള കേസിലും എന്തല്ല, ആള് എലിജിബിൾ അല്ല. ആപ്ലിക്കേഷൻ കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, ബട്ട് ആപ്ലിക്കേഷൻ ഇസ് ഇൻ പെൻഡിങ്. ആപ്ലിക്കേഷൻ പെൻഡിങ് ആണ്, അപ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് മാത്രം ഇൻസോൾവെൻറ്റ് സ്റ്റാറ്റസ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഈസ് പെൻഡിങ്. ഓക്കെ, സോ ഇങ്ങനെ 3 വ്യക്തികളെ ഇൻഡിവിജ്വൽസ്, ഇതെന്താണ്, ഇവർ മാത്രമേ എലിജിബിൾ ആവൂ എന്നുള്ളതല്ല, ഈ ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇന്നെലിജിബിൾ ഇൻഡിവിജ്വൽസ് ടു ബിക്കം പാർട്ട്ണർ ഇൻ LLP ഫേം. ഓക്കെ, സോ ഇങ്ങനെ 3 ആൾക്കാർ. സോ സെക്ഷൻ 5 നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇതാണ്. സെക്ഷൻ 5 മെയിനായിട്ട് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആൻഡ് ബോഡി കോർപ്പറേറ്റിന് ആരായിരിക്കാം, പാർട്ട്നേഴ്സ് ആവും ഒരു LLP ഫേമിനത്. പക്ഷേ ഇൻഡിവിജ്വൽസ് ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഇനെലിജിബിൾ ടു ബിക്കം ദ പാർട്ട്ണർ. അത്രയുമാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കോട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ കോട്ട് ചെയ്യേണ്ടത്. ദെൻ സെക്ഷൻ 6 എന്തായിരിക്കും പറയുന്നുണ്ടാവുക, മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. സെക്ഷൻ 6 മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സും ആൻഡ് അതുപോലെ തന്നെ ഇൻ കേസ് മിനിമം നമ്പർ ഓഫ്, ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ആയ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൽ കുറഞ്ഞ ഒരു നമ്പറിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോയാൽ എന്തായിരിക്കും കോൺസിക്വൻസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്, സെക്ഷൻ 6. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്രയാണ് നിങ്ങൾക്ക് അറിയാലോ, പറഞ്ഞേ. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇസ് 2. ഓക്കെ, മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ LLP എത്രയാണ്, 2 ആണ്. ഇഫ് സപ്പോസ് ഇതിൽ കുറഞ്ഞ ഒരു നമ്പറിൽ അവർ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വരെ അവർക്ക് റിലാക്സേഷൻ ഉണ്ട്, ഒരു 6 months അവർക്ക് റിലാക്സേഷൻ ഉണ്ട്. അതായത് മിനിമം നമ്പർ 2 ആണ്. ഇൻ എനി കേസ്, ഇൻ എനി ടൈം, ഡ്യൂറിങ് എനി ടൈം ഒരാൾ മാത്രമായിട്ട് LLP ഫേം കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വൺ പേഴ്സൺ വിൽ ബി പേഴ്സണലി ലയബിൾ ഫോർ ദ ഒബ്ലിഗേഷൻ ഓഫ് LLP ഫേം ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡിലുള്ള ലയബിലിറ്റി ഒബ്ലിഗേഷൻസിനെല്ലാം ഹി വിൽ ബി ലയബിൾ പേഴ്സണലി, അല്ലേ. പേഴ്സണൽ ലയബിലിറ്റി ആ പറഞ്ഞ ഒരു പാർട്ട്ണറിന് ഉണ്ടാവും. ആൻഡ് ഓൾസോ ആ പാർട്ട്ണർ ഒരാൾ മാത്രമായിട്ടാണ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളൊരു നോളജ് ആൾക്കുണ്ട്, എന്നിട്ടാണ് ആൾ കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു 6 months ശേഷം ഉണ്ടാവുന്ന എല്ലാ ഒബ്ലിഗേഷനും ആൾക്ക് പേഴ്സണൽ ലയബിലിറ്റി വരുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർ ഒരു ആൻസർ കൂടെ ഫ്രെയിം ചെയ്ത് നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഡൗട്ട് ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു കൺസേൺ ഉണ്ടാവും. പ്രൊവിഷൻ നമ്മൾ എഴുതുമ്പോൾ, പ്രൊവിഷൻ മാത്രമായിട്ട് ആൻസർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സ് അതുപോലെ വന്നാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നൊരു ഡൗട്ട് ഉണ്ടാവും. അത് നിർബന്ധമില്ല, പക്ഷേ കീ ടേംസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യണം. സോ നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് എഴുതി നോക്കാം. ആസ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൻ്റെ നടുക്കോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം,
ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം കോട്ട് ചെയ്തിട്ടുണ്ടാവണം. ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. സപ്പോസ് ഇത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് തന്നെ നിങ്ങൾ കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6ൽ നമുക്കിവിടെ 3 പാരഗ്രാഫിൻ്റെ ആവശ്യമില്ല, പ്രൊവിഷൻ പാരഗ്രാഫിന് മാത്രമേ ആവശ്യമുള്ളൂ. പ്രൊവിഷൻ എന്ന് ഹെഡിങ് കൊടുത്ത് തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ, പ്രൊവിഷൻ എഴുതുക. എന്നിട്ട് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണല്ലോ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ബൈഫർക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. സെക്ഷൻ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോട്ട് ചെയ്യുക. സെക്ഷൻ ഏതാണ് സെക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നത്? സെക്ഷൻ 5 ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട്. ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇയർ കൂടെ മസ്റ്റായിട്ട് കൂട്ടത്തിൽ നിങ്ങൾ എഴുതേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 5 ഓഫ് LLP ആക്ട് 2008 എന്താണ് പറയുന്നത്? എനി ഇൻഡിവിജ്വൽ അല്ലാന്നുണ്ടെങ്കിൽ ബോഡി കോർപ്പറേറ്റ്, എനി ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് മേ ബിക്കം ആര്? നമ്മളെന്താ പറയുന്നത്? പാർട്ട്നേഴ്സിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. മേ ബിക്കം പാർട്ട്നേഴ്സ് ഇൻ എ LLP firm, in a LLP firm. ഓക്കെ, സോ ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ ബോഡി കോർപ്പറേറ്റിന് പാർട്ട്നേഴ്സ് ആയിരിക്കാൻ വേണ്ടി പറ്റും. ഇനിയാണ് മെയിൻ ഏരിയ നിങ്ങൾ എഴുതേണ്ടത്. ഹൗവെവർ the following persons, following individuals എന്ന് തന്നെ നിങ്ങൾ എഴുതുക. rather than persons, നിങ്ങൾ ആ ഒരു കീ ടേം കണ്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വൽ, ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് സബ്സെക്ഷനിൽ വന്നിട്ടുള്ള പോയിന്റ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യുകയാണ്. ഇൻഡിവിജ്വൽസ്, ഇനി ഇൻഡിവിജ്വൽ ആൻഡ് ബോഡി കോർപ്പറേറ്റിന് പാർട്ണർ ആവാൻ പറ്റും. പക്ഷേ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നോക്കുമ്പോൾ താഴെ പറയുന്ന ആൾക്കാർക്ക് എന്ത് പറ്റില്ല, പാർട്ട്നേഴ്സ് ആയിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു കീ ടേം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ. ഹൗവർ ഫോളോയിങ് ഇൻഡിവിജ്വൽസ് ആർ നോട്ട് എലിജിബിൾ, എന്തിനു വേണ്ടിയിട്ട്? നോട്ട് എലിജിബിൾ ടു ബിക്കം പാർട്ട്നേഴ്സ്. ആരൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് വൺ, ഇഫ് ഹി ഈസ് ഫൗണ്ട് ടു ബി എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആര് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ബൈ കോർട്ട് ആൻഡ് ആ ഫൈൻഡിങ് ഈസ് ഇൻ ഫോഴ്സ്. ഓക്കെ, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് അതുപോലെ തന്നെ കോർട്ട് അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഡിക്ലറേഷൻ സ്റ്റിൽ ഇൻ ഫോഴ്സ് ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മുടെ ആൻസറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രെയിം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആരാണ്? ഇഫ് ഹി ഈസ് ആൻഡ് അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇൻസോൾവെൻ്റ് ഇത് മാത്രം എഴുതി എന്താ പ്രശ്നം എന്നുള്ളത്. വൺസ് ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫുൾ പിന്നെ ലൈഫ് ലോങ് നമ്മൾ ഇൻസോൾവെൻ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾക്ക് ഇൻസോൾവൻസി സ്റ്റാറ്റസ് കിട്ടി, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ബെറ്റർ ആവുന്ന സമയത്ത് ഇൻസോൾവൻസി സ്റ്റാറ്റസിൽ നിന്ന് മാറാനുള്ള ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കോർട്ടിനുണ്ട്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളെയാണ് അൺഡിസ്ചാർജ് ഇൻസോൾവെൻ്റ് നമ്മൾ സ്പെസിഫിക്കലി പറയുന്നത്. സോ ആ ഒരു ടേം കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് ആൻസറിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻക്ലൂഡ് ചെയ്യുക. അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ് ഓർ ആരാണ്? if he is applied to be adjudicated as insolvent and എന്താണ്? application is pending ആയതുകൊണ്ട് മാത്രം ആൾക്ക് ഒരു ഇൻസോൾവൻസി സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ല. അൺലെസ് അതർവൈസ് ഹീസ് എൻ ഇൻസോൾവെന്റ് ബൈ സിറ്റുവേഷൻ നോക്കുമ്പോൾ. അങ്ങനെയുള്ള വ്യക്തികൾ, ഇങ്ങനെ 3 ഇൻഡിവിജ്വൽസിന് പറ്റില്ല. ബാക്കിയുള്ള ഏത് ഇൻഡിവിജ്വൽസ്, ഏത് ബോഡി കോർപ്പറേറ്റ് ആയിക്കോട്ടെ, പാർട്ട്നേഴ്സ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് സെക്ഷൻ 5 നമ്മൾ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ടേംസ് എല്ലാം നമ്മൾ
അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇന്നെലിജിബിൾ ഇൻഡിവിജ്വൽസ് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഡിക്ലെയർഡ് ബൈ കോർട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അൺഡിസ്ചാർജ് ഇൻസോൾവൻ, അഡ്ജൂഡിക്കേറ്റഡ് ആസ് ഇൻസോൾവൻ, ആപ്ലിക്കേഷൻ പെൻഡിങ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ടേംസ് ആണ്. ഇത്രയും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മാത്രം നിങ്ങൾ ആൻസർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് അവിടെ വീഴുന്നുണ്ടാവും. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റിന് സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട്. ആൻഡ് ഇഫ് സപ്പോസ് ആരൊക്കെ ആയിരിക്കണം ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആർക്കൊക്കെ പാർട്ട്നേഴ്സ് ആവാം എന്നുള്ളതല്ലേ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെൻറ്റൻസ് ഇത്രയും മാത്രം നിങ്ങൾ കോട്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഈ 2 മാർക്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്കൊരു 1 മാർക്കിൻ്റെ സ്കോപ്പാണുള്ളത്. ഓക്കെ, സോ ഇത് ഈ സെക്ഷനിൽ നമ്മൾ കോട്ട് ചെയ്യേണ്ട തന്നെ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താ ഈ ഒരു 2 പോയിന്റും ആർക്കൊക്കെ പാർട്ട്ണർ ആയിരിക്കാം എന്ന് പറയുമ്പോൾ തന്നെ ആ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്ന് കുറച്ച് പേര് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 2 മാർക്ക് ഫുള്ള് വീഴണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ കോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇനി നമുക്ക് അടുത്ത 2 മാർക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? കോൺസിക്വൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതെവിടെയാണ് പറയുന്നത്? സെക്ഷൻ 6-ലാണ് പറയുന്നത്. സെക്ഷൻ 6-ൽ എന്താണ് പറയുന്നത്? മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? എവരി LLP ഷാൽ ഹാവ്. ഷാൽ എന്ന് പറയുമ്പോൾ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് എത്ര പേരാണ്? 2 പാർട്ട്നേഴ്സ്. അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഇഫ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇതല്ല, എന്താണ് ഈ പറഞ്ഞ മിനിമം നമ്പർ ഓഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മീറ്റ് ചെയ്യാതെ ബിസിനസ് കണ്ടിന്യൂ ചെയ്താൽ കോൺസിക്വൻസസ് എന്താണ് എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം. അതുകൊണ്ട് ഈ ഒരു മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൻ്റെ എണ്ണം എഴുതണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. അതും നിങ്ങളുടെ ആൻസറിന് റെലവൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ആൻസർ ഷീറ്റിന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതും കൂടെ കോട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു കോൺസിക്വൻസസിലേക്ക് പോവുക. ഇഫ് at any time number of partners reduced below 2. ഇവിടെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ബിലോ 2 എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാം. ബിക്കോസ് നമ്മൾ മെയിലിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണ്, ആ ഒരു നമ്പറാണ് 2 എന്നുള്ളത്. ഓക്കെ, പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആൻഡ് LLP carries on business എത്ര നാളത്തേക്കിന്? for more than 6 months. അവിടെ ഒരു റിലാക്സേഷൻ കൊടുക്കുന്നതാണ് ഒരു 6 മന്തിന്. ആ ഒരു 6 മന്ത് വരെ ഇറ്റ്സ് ഓക്കെ. അതിനുശേഷവും ഈ പറഞ്ഞതുപോലെ റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുവാണ്. ആൻഡ് ആ ഒരു 1 പാർട്ട്ണർ, എലോൺ പാർട്ട്ണർ ഉണ്ടല്ലോ, ആൻഡ് ദാറ്റ് എലോൺ പാർട്ട്ണർ ഹാസ് ദ നോളജ് ഓഫ് ദ സെയിം, ഹാസ് ദ നോളജ് ഓഫ് ദ സെയിം എന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് പാർട്ട്ണർ, ഞാൻ ഒരാൾ മാത്രമായിട്ടാണ് ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നൊരു ധാരണയിൽ തന്നെ ആളത് നടത്തിക്കൊണ്ട് പോവുകയാണ്. ആൻഡ് ആ ഒരു 6 മന്ത്സ് കഴിഞ്ഞു. 6 മന്ത് ലാപ്സ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി കോൺസിക്വൻസസ് വരുന്നത്? such a loan partner will be personally liable. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? for obligations of LLP. ഇവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് അല്ലേ? LLP ഫേമിൻ്റെ പ്രത്യേകത എന്താണ്? പാർട്ട്ണർഷിപ്പ് ഫേം ആണ്, ബട്ട് നോർമൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലയബിലിറ്റീസ് ഇത്രയും ലിമിറ്റഡ് ആയിരിക്കില്ല. പക്ഷേ LLP ഫോം ഓഫ് പാർട്ട്ണർഷിപ്പിൽ കുറച്ചും കൂടി ഇവരുടെ ലയബിലിറ്റി എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. പക്ഷേ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ആ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസ് മാറി ആ ഒരു 6 മന്ത്സിന് ശേഷം നടക്കുന്ന ബിസിനസ് LLPയുടെ എല്ലാ ഒബ്ലിഗേഷൻസിനും ഈ എലോൺ പാർട്ട്ണർ പേഴ്സണലി ലയബിൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ കോൺസിക്വൻസസ് ആയിട്ട് നോട്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ മെയിൻ ആൻസർ ആയിട്ട് വരുന്നത്, കോൺസിക്വൻസസ് ആയിട്ട് വരുന്നത്. സച്ച് എ ലോൺ പാർട്ട്ണർ വിൽ ബി പേഴ്സണലി ലയബിൾ ഫോർ ദ ഒബ്ലിഗേഷൻ ഓഫ് LLP.
ഓക്കെ, അപ്പോൾ ഇത്രയും കോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത 2 മാർക്കും കൂടെ വീണ് ടോട്ടൽ നമുക്കൊരു 4 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുക. നിങ്ങൾക്ക് സെക്ഷൻ ഉറപ്പാണെങ്കിൽ മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെക്ഷൻസ് കോട്ട് ചെയ്യുന്ന സമയത്ത് സെക്ഷൻ്റെ ഹെഡിങ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രൊവിഷൻ മാത്രമായിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ്ങോടെ കൊടുത്ത് തന്നെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ്റെ ആവശ്യമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നമ്മളുടെ ഒരു 4 മാർക്സിൻ്റെ ആൻസർ ഇവിടെ കണ്ടല്ലോ. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു, ബട്ട് 4 മാർക്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്ത് റിവൈസ് ചെയ്ത് തന്നെ പോവുക. ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ബുക്ക് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അതെടുത്തൊന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടോപ്പിക്സിൽ നിന്ന് പിന്നീട് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ വിട്ടുപോകില്ല, ആൻസർ എഴുതാൻ പറ്റാതായിട്ട് പോവില്ല. അങ്ങനൊരു ഉറപ്പാക്കുക. സോ നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സ് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് അധികം ടൈമില്ല. സോ ഇനിയുള്ള ടൈമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ബെറ്റർ ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.